ഇന്ന് നമ്മൾ ചെറുവാഞ്ചേരി കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്ത ഒരു പ്രൊജക്ടിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം ഞങ്ങളുടെ ക്ലയന്റ് മിസ്റ്റർ നിഖിലും അദ്ദേഹത്തിന്റെ ഫാമിലിയും ഞങ്ങളുടെ ഓഫീസിൽ വരികയായിരുന്നു. അപ്പോൾ തന്നെ ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ നമ്മൾ അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഒരു സൈറ്റ് വിസിറ്റ് പ്ലാൻ ചെയ്തു. അപ്പോൾ വീടിന്റെ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ക്ലയന്റിന് അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ്സിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഡിസൈനിനെ കുറിച്ചും ഒരു വിഷൻ ഉണ്ടായിരുന്നു. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന എലമെന്റ്സ് ഒന്നും ഡിസൈനിൽ വേണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ ഡിസൈൻ പ്ലാൻ ചെയ്തത്. ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഞങ്ങൾ പുള്ളിക്ക് വേണ്ടി ഒരുക്കിയത്. പിന്നെ ഈ പ്രൊജക്റ്റിൽ എടുത്തു പറയേണ്ട ഒരു ബെറ്റർ കാര്യം എന്ന് പറയുന്നത് ക്ലയന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ സപ്പോർട്ടാണ്. വളരെ മിനിമലായിട്ടുള്ള കോർഡിനേഷനിലൂടെ തന്നെ ക്ലയന്റിന്റെ എക്സ്പെക്ടേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനനുസരിച്ചുള്ള ഒരു ഡെലിവറിയാണ് ഫൈനൽ ഔട്ട്കത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് അതായത് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ ഇന്റീരിയറിന്റെ ജോയിനറി വർക്കൊക്കെ കഴിഞ്ഞു. പിന്നെ അതായത് സൈറ്റിൽ മറ്റേ എല്ലാ എലമെന്റ്സും, അതായത് കർട്ടൻസ്, ഫർണിച്ചർ, ഇൻഡോർ പ്ലാന്റ്സ്, ടെക്സ്റ്റൈൽസ്, അങ്ങനെയുള്ള എല്ലാ എലമെന്റ്സും സൈറ്റിൽ വന്നപ്പോൾ അതൊക്കെ എല്ലാം ഇൻകോർപ്പറേറ്റഡ് ആയിട്ട് വന്നപ്പോൾ സൈറ്റിനുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ കണ്ടപ്പോൾ അപ്പോൾ ക്ലയന്റ് വന്ന് ലാസ്റ്റ് ആ ഒരു ഔട്ട്കം കണ്ടപ്പം അവരുടെ ഫേസിലുണ്ടായിരിക്കുന്ന ഒരു ഹാപ്പിനെസ്, ആ ഒരു എക്സ്പ്രഷൻ, അതിൽ നിന്നാണ് നമുക്ക് ക്ലയന്റിന്റെ അതായത് എക്സ്പെക്ടേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ നമ്മളെപ്പോലുള്ള ഈ വർക്ക് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ റിവാർഡ് എന്ന് പറയുന്നതും ആ ഒരു മൊമെന്റ് ആണ്. ഇതൊരു 4 BHK കണ്ടംപററി ഹൗസ് ആണ്. അതിൽ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇന്റീരിയറാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. വീട് എന്ന് പറയുന്നത് എല്ലാവരെയും പോലെ തന്നെ നമ്മുടെയും ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും 2 സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്, പുള്ളിക്കാരത്തും അതുപോലെ തന്നെ വേറൊരു ജില്ലയിലുള്ളത്. ഇപ്പോൾ അടുത്ത് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പോൾ നമ്മൾ നോക്കിയിരുന്നത് നമുക്ക് ത്രൂ ഔട്ടായിട്ട് കംപ്ലീറ്റ് ഒരു നോക്കി നടത്തുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് വർക്ക് എൻഡ് ടു എൻഡ് വർക്ക് ചെയ്യുന്ന ഒരു ടീമിനായിരുന്നു. അത് യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷെ അതായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത ഒരു ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് അതായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത് എല്ലാ ആൾക്കാർക്കും. പിന്നെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ ഒരു ഇന്റീരിയർ വർക്ക് നമ്മൾ കാണുമ്പോൾ നമുക്ക് പുറമേ ഉള്ള ആ ഒരു വ്യൂ മാത്രമേ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. നമുക്കതിൻ്റെ ഇൻഡെപ്ത് നോളജോ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഓഫീസിനെ പരിചയപ്പെട്ട് അവരുമായിട്ടുള്ള പല ഡിസ്കഷൻസിലൂടെയാണ് എന്തൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ ഓരോന്നിൻ്റെ ക്വാളിറ്റി, അത് ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ ഉപയോഗിക്കണം, അങ്ങനെയുള്ള പല ഡീറ്റെയിൽസും നമുക്ക് ആ ഒരു നോളജ് കിട്ടുന്ന ഓഫീസിൽ നിന്നാണ്. അത് വലിയൊരു എന്താ പറയുക വലിയൊരു നോളജാണ്. ഇതിപ്പോൾ ഇവിടുത്തെ വർക്ക് മാത്രമല്ല, വേറൊരു സ്ഥലത്ത് നമ്മൾ കാണുമ്പോഴും ഓക്കെ നമുക്ക് വേറെ ഐഡിയ കിട്ടും. ഓക്കെ ഇതിത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കണം, ഇതാണ് വേണ്ടത്, അങ്ങനെയുള്ളൊരു നല്ലൊരു ഗൈഡൻസ് നമുക്ക് ത്രൂ ഔട്ട് കിട്ടിയിരുന്നു. ആ ഒരു സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു അസറ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സിൽ. പിന്നെ ഞാൻ പുറത്തായതുകൊണ്ട് എനിക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് നടക്കുന്നതെന്നോ വർക്ക് ഏത് രീതിയിൽ പോകുന്നുണ്ടെന്നോ വളരെ അത് ഇനീഷ്യൽ സ്റ്റേജുകളിൽ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവർ ചെയ്യുന്ന വർക്ക് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. പക്ഷേ എനിക്ക് എപ്പോഴും അവൈലബിൾ ആയിരുന്നു. നമ്മൾ പല ഡിഫറെൻറ്റ് ടൈം സോണിലാണെങ്കിലും ഏത് ടൈമിൽ ഞാൻ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും ഓൺ ദ സ്പോട്ടിൽ എനിക്ക് റെസ്പോൺസ് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാം അവർ കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിലും ഒരുപാട് വളരെ ഭംഗിയായിട്ട് തന്നെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്.